ഓം ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമഃ. സദാശിവസമാരംഭാം വ്യാസശങ്കരമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശ്രീ ഗുരുവായൂരപ്പാ ശരണം, ശ്രീ ഗുരുവായൂരപ്പാ ശരണം, ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ശ്രീഹരിയും ഒരു നിഴൽനാരായണിയും, ദശകം 35, രാമായണ കഥ, സുഗ്രീവസഖ്യം മുതൽ. ഹനുമാനാൽ സുഗ്രീവനെ സത്യം ചെയ്തു ഭഗവാനും, 7 സാലവൃക്ഷങ്ങളെ ഒപ്പം മുറിച്ചു. ശക്തനാകും ബാലിയെയും വധിച്ചോടിയമ്പിനാൽ, മാതങ്കാശ്രമത്തിൽ ചാരെ കഴിച്ചുകൂട്ടി. ലക്ഷ്മണന്റെ വാക്കു കേട്ടു വിറച്ചുപോയി സുഗ്രീവനും. ലക്ഷ്യം തേടി വാനരന്മാർ നിരന്ന നേരം, സീതയ്ക്കുള്ള സന്ദേശവും മോതിരവും ദാശരഥി ഹനുമാനോ നൽകി. കപി യാത്ര തുടങ്ങി. കടൽ കടന്നു മാരുതി ലങ്ക തന്നിൽ പ്രവേശിച്ചു. സീതാദേവിയെ ദർശിച്ചു മോതിരം നൽകി. അശോകവനം തകർത്തു ബന്ധിതനായി ലങ്കാപുരി. തീ കൊളുത്തി ചൂടാരത്നം രാമനു നൽകി. വാനരപ്പടയോടൊത്തു സമുദ്രതീരത്തിലെത്തി. വിഭീഷണൻ അവിടുത്തെ ശരണം തേടി. വഴി തേടിയുള്ള വാക്കു നിഷ്ഫലമായി രാമകോപം. വരുണന്റെ മനം മാറ്റി മാർഗം തെളിഞ്ഞു. സമുദ്രത്തിൽ ചിറകെട്ടി എത്തിച്ചേർന്നു ലങ്ക തന്നിൽ. വാനരന്മാർ രാക്ഷസരെ ആക്രമിച്ചല്ലോ. നാഗാസ്ത്രത്താൽ ബന്ധിതനായി രാമനും ലക്ഷ്മണൻ താനും. നാഗാരിതൻ സഹായത്താൽ മോചിതരായി. ബോധശൂന്യനായി രാമസോദരനാം ലക്ഷ്മണനും, മൃതസഞ്ജീവനി കൊണ്ടു ജീവൻ ലഭിച്ചു. ഇന്ദ്രജിത്തിനെ വാധിച്ചു ലക്ഷ്മണനും ശ്രീരാമനോ. കുംഭകർണ നിഗ്രഹവും നടത്തിയല്ലോ. ഇന്ദ്രൻ നൽകിയതാം തേരിൽ ഇരുന്നു ശ്രീരാമചന്ദ്രൻ. ബ്രഹ്മാസ്ത്രത്താൽ രാവണനെ നിഗ്രഹിച്ചല്ലോ. അഗ്നിശുദ്ധയായ സീതാദേവിക്കൊപ്പം വിമാനത്തിൽ ആനന്ദത്തോടയോധ്യയിൽ വന്നു ചേർന്നല്ലോ. പട്ടാഭിഷേകം നടത്തി പത്നിക്കൊത്തു വാണു രാമൻ. അപവാദം കേട്ടു കഷ്ടം ശ്രീയെ ത്യജിച്ചു. ഗർഭിണിയം സീതാദേവി വാൽമീകിതൻ ആശ്രമത്തിൽ. രാമപുത്രന്മാർക്കു അന്നു ജന്മവും നൽകി. യാഗം ചെയ്യും രാമൻ മുന്നിൽ രാമായണം പാടിയല്ലോ. ലവകുശ സോദരരും ഭക്തി സഹിതം. സീതാദേവി ഭൂമിക്കുള്ളിൽ പ്രവേശിച്ചു ശ്രീരാമനോ. സരയുവിൽ മുങ്ങി വൈകുണ്ഠത്തെ പ്രാപിച്ചു. അവിടുത്തെ മർത്യരൂപം അത്യത്ഭുതം ഭഗവാനെ. മാനവർക്കു മാതൃകയായി ശ്രീരാമചന്ദ്രൻ. ചക്രധരാ ഭഗവാനെ, ശുദ്ധ സത്വസ്വരൂപമേ. രോഗക്ലേശങ്ങളെയെല്ലാം മാറ്റിത്തരേണേ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.